പാലക്കാട് കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദയുടെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിനോദയാത്ര പോയ ശ്രീനന്ദയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം ചിക്കമംഗളൂരിന് സമീപമുള്ള മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻറ്റിന് സമീപം അതിന് താഴെ നിന്നും കണ്ടെത്തിയത്. ഇപ്പോൾ ഷാരിഖ് നവാസ് കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദയുടെ വീടിന് മുന്നിൽ നിന്ന് ചേരുകയാണ്. ഷാരിഖ് നവാസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, വളരെ ദുഃഖകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് കടമ്പഴിപ്പുറം ഈ ഗ്രാമത്തിലെ നിവാസികളും കടന്നു പോകുന്നത്. കാരണം ഏപ്രിൽ 4-ാം തീയതി ഇവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് വിനോദയാത്രയ്ക്ക് പോയ 14-കാരിയായ ശ്രീനന്ദയുടെ ജീവനില്ലാത്തൊരു ശരീരമാണ് ഇപ്പോൾ പാലക്കാട് കടമ്പഴിപ്പുറത്തെ കല്ലമ്പലം ഈ വീട്ടിലെത്തിയിരിക്കുന്നത്. ശ്രീനന്ദയെ അവസാനം ഒന്ന് കാണാനായി ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപാണ് ശ്രീനന്ദയുടെ മൃതദേഹം ആംബുലൻസിൽ ഇവിടെ എത്തിച്ചേർന്നത്, ചിക്കമംഗളൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ ശ്രീനന്ദയെ കാണാനായി ഒരുപാട് ആളുകൾ ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്തിലെ സകല ആളുകളും ഈ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അവസാനമായി നോക്കുകയാണ്, 1 മണിക്കൂർ മാത്രമാണ് പൊതുദർശനത്തിന് വെക്കുകയുള്ളൂ. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. തിരുവില്ലാമല ഐവർ മഠത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. 12 മണിയോടുകൂടി വീട്ടിൽ നിന്ന് മൃതദേഹം ആംബുലൻസിൽ തന്നെ തിരുവില്ലാമല ഐവർ മഠത്തിലേക്ക് എത്തിക്കും. ശേഷം അവിടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം സംസ്കരിക്കും. 1 മണിയോടുകൂടി മൃതദേഹം സംസ്കരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അതായത് ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ശ്രീനന്ദ അപകടത്തിൽപ്പെട്ട് മരിച്ചതാകാം എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള പ്രാഥമിക നിഗമനം. കാരണം അത്തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പ്രാഥമികമായി പുറത്തു വന്നിട്ടുള്ളത്. ശ്രീനന്ദയെ തലയ്ക്ക് ഉണ്ടായ ആഘാതമാണ് മരണകാരണമെന്നാണ് അറിയുന്നത്. മാത്രമല്ല ശരീരത്തിൽ ആകമാനം മുറിവുകളുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഏപ്രിൽ 4-ന് 40 അംഗ സംഘത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ പോയ ഒരു പഠിക്കാൻ വളരെ മിടുക്കിയായ ശ്രീനന്ദ എന്ന് പറയുന്ന 14-കാരിയെ കാണാൻ ശ്രീനന്ദയുടെ മൃതദേഹം അവസാനമായി കാണാൻ ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും സ്ത്രീകളും അതുപോലെ തന്നെ ശ്രീനന്ദയുടെ ഉറ്റ കൂട്ടുകാരും ഉറ്റ സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കടമ്പഴിപ്പുറം ഹൈസ്കൂളിലാണ് ശ്രീനന്ദ പഠിക്കുന്നത്. 10-ാം ക്ലാസ് പരീക്ഷ എഴുതി ആ പരീക്ഷയുടെ റിസൾട്ടിനായി വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ശ്രീനന്ദ. കാരണം പഠിക്കാൻ മിടുക്കിയാണെന്നാണ് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഈ നാട്ടിലെ അയൽവാസികളും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. മാത്രവുമല്ല ശാസ്ത്രമേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയാണ്. സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ ശാസ്ത്രമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അത്തരത്തിൽ പഠിക്കാനും അതുപോലെ തന്നെ മറ്റ് പാഠ്യേതര പരിപാടികളിലൊക്കെ ശ്രീനന്ദ മുന്നിലുണ്ടാവുമെന്ന് തന്നെയാണ് പറയുന്നത്. വളരെ ഈ നാടിന് പ്രിയപ്പെട്ടവളാണ്, പൊന്നോമനയായിരുന്നു. ആ ഒരു കുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ അവസാനം ഒക്കെ കാണാനായി ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും ഒത്തുചേർന്നിരിക്കുന്നത്. ഇപ്പോൾ പൊതുദർശനത്തിന് മൃതദേഹം വെച്ചു. ഇനി ആളുകൾക്ക് കാണാനുള്ള ഒരു അവസരമുണ്ടാക്കും. അതിനുശേഷം 1 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം 12 മണിയോടുകൂടി ഇവിടെ നിന്ന് മൃതദേഹം തിരുവില്ലാമല ഐവർ മഠത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയും പിന്നീട് ഒരു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം 1 മണിയോടുകൂടി മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയുന്നത്. ദിലീപ് കുമാർ, ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടം തന്നെ ഈ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം ഈ നാടിനെ ഒന്നടങ്കം നടുക്കിയ ഒരു സംഭവമായി ഇത് മാറി. കാരണം വിനോദയാത്രയ്ക്ക് പോയ ഒരു 40 അംഗ സംഘത്തിലെ ഒരാൾ മാത്രം ജീവനില്ലാതെ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വലിയ സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് ശ്രീനന്ദയുടെ കൂട്ടുകാർക്കൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം മാതാപിതാക്കൾക്കൊപ്പം പോയ ശ്രീനന്ദയുടെ ചേതനയറ്റ ശരീരമാണ് ഈ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇപ്പോൾ കിടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ നാടിനെ ദുഃഖത്തിലാഴ്ത്തുകയാണ്. നാടിൻ്റെ പ്രിയപ്പെട്ടവളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ശ്രീനന്ദയ്ക്ക് വിട ചെല്ലാൻ ഈ നാട് ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ദിലീപ് കുമാർ. പാലക്കാട് കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഷാരിഖ് നവാസാണ്. അവിടെ ദൃശ്യങ്ങളിൽ കാണാം, വലിയ ജനക്കൂട്ടമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ നാടൊന്നാകെ അവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. കടമ്പഴിപ്പുറം ഒന്നാകെ ഒഴുകിയെത്തിയിരിക്കുകയാണ് ശ്രീനന്ദയ്ക്ക് അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി. ഏതാനും ദിവസം മുമ്പ് ഈ വീട്ടിൽ നിന്ന് ശ്രീനന്ദയും മാതാപിതാക്കളും വിനോദയാത്ര പുറപ്പെട്ടതാണ്. ഇപ്പോൾ ശ്രീനന്ദയുടെ ചേതനയേറ്റ ശരീരം ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വിനോദയാത്രയ്ക്കിടെ കർണാടകയിലെ ചിക്മംഗളൂരുവിന് സമീപമുള്ള മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയത്.
ഏതാണ്ട് 5 ദിവസം മുമ്പാണ് ശ്രീനന്ദയെ കാണാതായത്. വിനോദയാത്രാ സംഘത്തിൽ നിന്ന് 40 അംഗ സംഘമായിരുന്നു. ഈ സംഘത്തിനൊപ്പം ശ്രീനന്ദ ഇല്ല എന്ന് തിരിച്ചറിയുന്നത് ഇതിന് സമീപം നിന്നാണ്. തുടർന്ന് അവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇന്നലെയാണ് ശ്രീനന്ദയുടെ മൃതദേഹം ഏതാണ്ട് 1500 അടി താഴ്ചയിൽ നിന്ന് കണ്ടെത്തുന്നത്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വ്യൂ പോയിന്റിൽ നിന്ന് അവിടെ നിന്ന് താഴേക്ക് വീണതാകാം എന്നാണ് കർണാടക പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കുടുംബം ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.